ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കാൻ വന്നിരിക്കുന്നത് ഇടുക്കിയിലാണ് കേട്ടോ, കുളമാവിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മളോട് 2 കുട്ടി ഡ്രൈവേഴ്സ് ഉണ്ട്. അവർ ഓടിക്കുന്ന വണ്ടി പക്ഷെ ഹെവിയാണ് കേട്ടോ. ഓടിക്കാൻ അറിയോ? ഇല്ലേ? ഇവിടെ കണ്ടിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. കൈകൊണ്ട് തൊട്ടാ പോയി. നമ്മൾ ഓടിക്കാൻ പോകുന്നത് കുളമാവിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലാണേ. പിള്ളേരെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വണ്ടി കാണിക്കുന്നത്. ശരിക്കും ഒരു റിയൽ വണ്ടി കാണുന്നതിനേക്കാളും എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ മിഖായലും ഐസക്കും. രണ്ടുപേരും വണ്ടി വന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ മാത്രമല്ല, നമ്മുടെ ബിജുചേട്ടനും ജെസ്സിയേട്ടനും ഒക്കെ ആണെങ്കിലും വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഓടിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണേ. മിക്ക വണ്ടി ഇഷ്ടപ്പെട്ടോ? ഓടിക്കാൻ അറിയോ? ഇല്ലേ? റിമോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടല്ലോ. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ട്രെയിനിങ് ടൈം ആണ് കേട്ടോ. വിളിച്ചാ ട്രെയിനിങ് കൊടുക്കുന്നത്. മിക്ക റെഡി അല്ലേ? ആരാ റെഡി ആയിട്ടിരിക്കുന്നത്? എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല സ്പീഡിൽ പോയോ? നീ മല കയറാൻ പോണ്ടേ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞു ഡ്രൈവറാണ് കേട്ടോ ഓടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ സ്പീഡൊക്കെ കൂട്ടും. 2 വില്ലീസ് ഉണ്ട്. അപ്പോൾ അതെ, നമ്മൾ വില്ലീസും കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് പിള്ളേരെ കൊണ്ടൊന്ന് കാണിച്ച് നോക്കാം, അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം കേട്ടോ. കാരണം അവർ വന്നപ്പോൾ തൊട്ട് വില്ലീസ് എന്ത് ചെയ്യേ, വില്ലീസ് കൊണ്ടുവന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവറൊക്കെ ഒരു വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി കാണിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഡ്രൈവർ എങ്ങനെയുണ്ട്? ഓടിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. മിക്ക നല്ല അടിപൊളിയായിട്ട് ഓടിച്ചോണ്ട് നടപ്പുണ്ട്. ഏറ്റവും പതിയെ ഓടിക്കാവുള്ളേ, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. പോട്ടെ, ഓടിച്ചു. നമ്മൾ ഒരു റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടുത്തെ ഒരു കുഞ്ഞൊരു സ്ക്രൂ ഊരിപ്പോയിട്ടുണ്ട് ആ ജോയിൻറ്റിന്. അതുകൊണ്ട് നമ്മുടെ ബാക്കിലെ വീലിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവറില്ല. ഫ്രണ്ട് വീല് മാത്രമേ ഉള്ളൂ, അത് ഡെഡായിപ്പോയി. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പുതിയ വണ്ടി എടുത്തില്ലേ, ഞാൻ അതെല്ലാം പഠിക്കണം. അപ്പോൾ നമ്മളെന്താണെങ്കിലും വില്ലീസ് ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം ഫ്രണ്ട് വീല് മാത്രമായിട്ട് നമ്മൾ പോകുന്ന റോഡിൽ കയറാൻ പറ്റത്തില്ല. ശരിയാക്കാൻ അറിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഡിഫൻഡറാണ് കേട്ടോ എടുക്കുന്നത്. ഓരോ വണ്ടിയായിട്ട് മാറി മാറി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് എൻ്റെ വണ്ടിയല്ല കേട്ടോ, സെബിച്ചൻ്റെ വണ്ടിയാണ്. എടാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ലതാണോ? ഏത് വണ്ടി ഇപ്പോൾ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട? സ്വന്തം വണ്ടി തന്നെയല്ലേ? നിങ്ങളുടെ വണ്ടി തന്നെയല്ലേ? അതെ, ബിബിച്ചേട്ടൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ പതിയെ പോവാണ് കേട്ടോ, മലയുടെ മുകളിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല രസം വൈബ് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഏറ്റവും പതിയെ നമ്മൾ നടക്കുന്ന സ്പീഡിൽ തന്നെ ഓടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് പതിയെ പോകാൻ പറ്റും. ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഓടിക്കാനുള്ളൊരു വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അവൻ ഏറ്റവും ഫ്രണ്ടിൽ പോകാൻ വേണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. ഭിത്തിയാൻ മുട്ടരുത്, മുട്ടാതെ പാർക്ക് ചെയ്യണം. ഒരു വണ്ടി ചെരിഞ്ഞാൽ, മിക്കയുടെ വണ്ടി ചെരിഞ്ഞാൽ കിടക്കുന്നത് കേട്ടോ. നേരെ ആക്കണേ. കുറച്ച് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട്, കുറച്ച് അടുപ്പിച്ചിട്ടോ. എന്നാൽ അടുപ്പിച്ചിട്ടോ. ഓക്കെ. അതാ പറഞ്ഞാൽ ത്രോട്ടിൽ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യണേ. പോട്ടെ. പ്രോ ആയിട്ട് മാറിയിരിക്കും കേട്ടോ രണ്ടുപേരും. പെർഫെക്റ്റ് പാർക്കിംഗ് ഒക്കെയാണ്. മുട്ടിക്കരുത് കേട്ടോ വണ്ടിയിൽ. അടിപൊളി, സൂപ്പർ നൈസ് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളി, സൂപ്പർ. അടുത്ത വണ്ടി പാർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. മിക്കവാറും പിള്ളേർ രണ്ടുപേരും നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടി നടക്കാൻ പോകുന്നത് ഇവർ ഓടിക്കുമ്പോഴത്തേക്കിനായിരിക്കും കേട്ടോ. ജെസ്സിയേട്ടന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിള്ളേരാണ് കേട്ടോ ഗൈഡ് ചെയ്യുന്നത് നമ്മളെ. അടിപൊളി. അടുത്തത് നമ്മുടെ പജീറോ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോക്കകത്ത് കണ്ടു കാണത്തില്ല. കോപ്റ്ററിൻ്റെ വീഡിയോക്കകത്ത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളായിരിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പജീറോ ആയിട്ട് റൈഡ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിലത്തെ പോയിന്റിൻ്റെ പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ പോകാനുള്ള സ്പേസ് ആണ്. പക്ഷേ നമുക്ക് രസമായിട്ട് വണ്ടി ഓടിക്കാനും കൂടെ ഉള്ളൊരു റൂട്ടാണ് കേട്ടോ. അറിയുവാണെങ്കിൽ പിന്നെ നമ്മൾ റിമോട്ട് കൈമാറുവാണ് കേട്ടോ. അതാണ് ഇവർക്ക് കൊടുത്തേക്കുന്ന ചലഞ്ച്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വളരെ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ ഓടിക്കുന്നത്. പിന്നെ അവർക്ക് അത്യാവശ്യം വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. കൈ കൊണ്ട് തൊട്ടാ ഫെയിലാ. റിവേഴ്സ് എടുത്തോ. നല്ല രസമായിട്ടാണ് കേട്ടോ കൺട്രോൾ ചെയ്യുന്നത്.
ഈ ഒരു പേഷ്യൻസ് ആണ് ശരിക്കും നമ്മൾ പിള്ളേർക്കൊരു ഹോബി ആയിട്ടൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അടിപൊളി ഉണ്ടല്ലോ. വണ്ടി ഞാനും ഓർത്തത് മറിഞ്ഞെന്നാണ്, അങ്ങനെയുള്ളൊരു സ്പോട്ടിൽ നിന്നാണ് അവൻ എടുത്തുകൊണ്ട് പോകുന്നേക്കുന്നത്. പിന്നെ നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള അടുത്തൊരു സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്താൽ സമയമുണ്ട്, ധൃതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സെബിച്ചൻ്റെ ഈ ഒരു ഡിഫൻഡർ ഞാൻ അധികം ഓടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ലാസ്റ്റ് റൈഡ് പോയത് ഞാനും സെബിച്ചനോട് ഒരുമിച്ച് പോയത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷമൊക്കെ മുമ്പായിരിക്കും. ഈ വണ്ടിയായിട്ട് നമ്മൾ റിയൽ ആയിട്ടൊരു ഓഫ് റോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോഴാണ് എടുക്കുന്നത്. എന്നാലും എൻ്റെ ഈ വണ്ടി കിട്ടിയിട്ടില്ല. അതെ, വണ്ടി കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇവനാണ് കേട്ടോ ഓടിക്കുന്നത്. പക്ഷേ നല്ല രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ ഈ അടിപൊളിയായിട്ട് ഓടിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ പുറകെ ഒരു മറിച്ചിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞാൻ വെറുതെ അവനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ല അത്ര. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒബ്സ്ട്രക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ഹെവി ആയിട്ടുള്ള അത്യാവശ്യം നല്ല റോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടം കയറി വരണം. പോരട്ടെ, ചെറിയ ടെൻഷനിലൊക്കെയാണ് കേട്ടോ. കാരണം വണ്ടി മറിയരുന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആൾക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ട്. ചെറുതായിട്ടല്ലേ. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഈ ഒരു റൂട്ട് ശരിക്കും പറഞ്ഞാൽ പിള്ളേരെയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൽ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ വരുമ്പോഴത്തേനും ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഈ ഹാങ്കോട്ടിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ റോഡ് മൊത്തമായിട്ട് താഴെ തൊട്ട് മോള് വരെ അവന് ഓടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഒരു സാധനമായിരിക്കും. കാരണം അവനൊരു 1.5 വയസ്സ് കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഏജിലുള്ളൊരു കൊച്ച് മുകളിൽ വരെ ഓടിച്ച് കയറ്റി എനിക്കറിയത്തില്ല, അവൻ ചിലപ്പോൾ മടുക്കുമായിരിക്കും. നമുക്ക് എന്തായാലും ട്രൈ നോക്കണേ. സക്സസ്ഫുള്ളായിട്ട് മുകളിലെത്തിയിട്ടുണ്ട്. കുറച്ച് സ്പേസ് കൂടെ നമുക്കുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വൈകുന്നേരമൊക്കെ വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ. മുകളിൽ കുറച്ചും കൂടെ വ്യൂ ഉണ്ട്. അപ്പം നമ്മൾ മുകളിലോട്ട് പോവാണ്. ബാക്കി എല്ലാവരും മുകളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻഡർ തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ടോപ്പിൽ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്രം ലേറ്റ് ആയിട്ട് വന്നു. അവിടെ കൊണ്ട് നിർത്തണേ, അല്ലെങ്കിൽ അങ്ങ് പോകും. ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത്. സൂപ്പർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ, അടിപൊളി. എങ്ങും പറ്റില്ല. ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, വേറെ സീനൊന്നുമില്ല. ഏറ്റവും ടോപ്പിലെ ഇപ്പോഴത്തെ ഒരു 3 മണി 3:30 വ്യൂ ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അടിപൊളിയാണ് ഈ സ്പോട്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12th മാൻ എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ശരിക്കും അതിൻ്റെ ക്ലൈമാക്സും സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതുപോലെ 12th മാൻ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻബർഗിലാണ്. അപ്പം നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഫുള്ള് പൊടി പറത്തി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് പൊടിയാണ് കേട്ടോ. ജെസ്സേട്ടൻ മാക്സിമം അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വണ്ടി. അതിനുശേഷം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് പോകാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ പോയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഒന്നും കൂടെ സെയിം സ്പോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ഡ്രിഫ്റ്റ് കാർ എടുത്തിട്ട് വെറുതെ ആ റൂട്ടിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ചു. അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ വീണ്ടും വണ്ടി ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ കോലം കണ്ടല്ലോ. ഇന്നലെ പൊടിക്കകത്ത് ഫുള്ള് ഓടിച്ചിട്ട് ചെറിയൊരു മഴയും കൂടെ നനഞ്ഞതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഫുള്ള് പൊടിയാണ്. ചെന്നിട്ട് നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും രാവിലത്തെ ഒരു വൈബ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് ഒന്നുകൂടെ കയറാൻ പോവാണേ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻബർഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും കാര്യമെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതുപോലെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ നൈസായിട്ട് ഓടിക്കാനൊക്കെ പറ്റും. നമ്മൾ റിമോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വില്ലീസിനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും എനിക്ക് അവനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഓടിച്ചൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ എന്താണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവനെയും കൊണ്ടുവന്ന് ഓടിക്കും കേട്ടോ. പജീറോ ഫുള്ള് കസ്റ്റം ചെയ്ത വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയുടെ ബാലൻസിങ് കാര്യങ്ങളൊക്കെ. ഈ വണ്ടിക്ക് സെവിച്ചും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം മോട്ടറും കാര്യം എല്ലാം അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട സ്പീഡിൽ. ശരിക്കും ഞാൻ വില്ലീസ് ഓടിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ഏകദേശം നമുക്കൊരു കൺട്രോൾ മനസ്സിലാവും. പക്ഷേ വണ്ടി മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഓരോ വണ്ടിക്കും. ഇറങ്ങാൻ കുഴപ്പമില്ലായിരുന്നു. തിരിച്ച് കയറുമോ എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മുടെ പജീറോ കയറി നോക്കുവാണ് കേട്ടോ. മണ്ണായതുകൊണ്ട് തന്നെ ഗ്രിപ്പ് കിട്ടാൻ നല്ല പാടാണ്. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഫോണിൽ വാട്ടർ ലെവലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയും ഹൈറ്റ്, ഇത്രയും ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്. ടഫാണ്. ഈ വണ്ടിക്ക് പറ്റുന്ന ടെറൈൻ അല്ല, പക്ഷെ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യുക. ഇത് കണ്ടല്ലോ വണ്ടിയുടെ നട്ട് എന്തോ ലെക്കിനെ നമ്മളത് കണ്ടു കേട്ടോ. അല്ലെങ്കിൽ ആ സാധനം മിസ്സായേനെ. നമ്മളിവിടെ പോയാലും നമുക്ക് വേണ്ട അത്യാവശ്യം ബേസിക് ടൂൾസ് ഒക്കെ എടുത്തോണ്ട് പോകും. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനകത്ത് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ചുമ്മാ പോയി വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല, വണ്ടിയുടെ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ വണ്ടിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. സിമ്പിൾ. അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഫുള്ള് കസ്റ്റം ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ
നമുക്ക് പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒറ്റ പീസേ ഉള്ളൂ. ജെയിംസ് ബോണ്ടിന്റെ പോലും ഇല്ലെന്ന് പറയുന്ന പോലെ സിംഗിൾ പീസ്. നമ്മൾ 2 വണ്ടി ബിൽഡ് ചെയ്ത് കിട്ടും. 2 വണ്ടി, 2 കസ്റ്റം വണ്ടിയിൽ ഒരെണ്ണാണല്ലോ ഇത്. പിന്നെ ഈ ബോഡി കിട്ടാനില്ല ഇപ്പൊ. ഓക്കെ, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ബോഡിയാണ്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിന്റേജ് എന്നൊക്കെ പറയാം. കാരണം ഇതുപോലത്തെ വണ്ടി ഇനി നമുക്ക് പുതിയൊരാൾക്കൊരെണ്ണം മേടിക്കാൻ കിട്ടില്ല ഈ ബോഡി. അപ്പൊ ഇങ്ങനത്തെ കുറെ കസ്റ്റമേഴ്സ്, നല്ല അടിപൊളി കസ്റ്റമേഴ്സ് ആർ മോട്ടോ വർക്സിന്റെ പുതിയ വരുന്നുണ്ട് കേട്ടോ. 2 സ്റ്റെപ്പ് കൂടെ. നമ്മൾ ശരിക്കും ഇതിന് മുകളിലേക്ക് പോയ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇത്ര സ്ട്രഗിൾ ചെയ്ത ഒരു സ്ഥലം കാണത്തില്ല. ഞങ്ങളിത് വന്നപ്പോൾ വെറുതെ ഒന്ന് ഇറക്കി നോക്കിയതാണ് കേട്ടോ. അടുത്ത ഡിഫൻഡർ ആണ്. അപ്പോൾ അതെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും വലിയ കുഴപ്പമില്ല, അവിടെയൊക്കെ കയറി വരും. ഓ ഓ ഓ ഓ നമുക്കൊന്ന് ബാക്ക് എടുത്തിട്ട് ഓ അവിടെയാണ് ടാസ്ക് അല്ലേ. ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മറിയും കേട്ടോ. വണ്ടി ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ നമ്മൾ തെറ്റിച്ചിരിക്കുകയാണ്. ടച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ വണ്ടി അങ്ങ് താഴെ ചെന്നേനെ കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഗ്രീൻബർഗിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട്, വേറെ നമുക്ക് അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അത്യാവശ്യം ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന, മുകളിൽ പോയിരുന്നിട്ട് അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതങ്ങനെ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ടോപ്പിൽ ഒരു വ്യൂ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രെക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് അവിടം വരെ പോകാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട്. പക്ഷെ പുല്ലായതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കൽ ഇച്ചിരി ടാസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിലെത്തി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ നല്ല അടിപൊളി റൈഡ്സ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ താഴെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക, വണ്ടി മേടിക്കുക, ഓടിക്കുക കേട്ടോ.